അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഒരു വീഡിയോ നിങ്ങൾ ഡയറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യരുത്. ഓക്കെ, അതിനെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളിൽ ചെയ്യുക. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ ആണെങ്കിൽ എന്ത് വീഡിയോ ആണെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാം. എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കാണാൻ കുറച്ചും കൂടി ക്യൂട്ടായിരിക്കും, കുറച്ചും കൂടി അട്രാക്ഷൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രാൻസ്ലേഷൻ ആഡ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് വീഡിയോ ആണോ, കുക്കിംഗ് വീഡിയോ ആണോ അല്ല നിങ്ങളുടെ എന്ത് വീഡിയോ ആണെങ്കിലും, ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ടിപ്സ് ചാനലാണോ അല്ല നിങ്ങളുടെ ഏത് കാറ്റഗറിയിൽ പെട്ടോട്ടെ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് എഡിറ്റിംഗ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്രീ ആയിട്ട് ഒരു വാട്ടർമാർക്കും ഇല്ലാതെ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയർ ഞാൻ പരിചയപ്പെടുത്തി തരാണ്. എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും എങ്ങനെയാണ് അത് അത്ര ക്വാളിറ്റിയിൽ കിട്ടുകയെന്നും അതിൻ്റെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്നും എല്ലാം ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സമയം വേസ്റ്റ് ആക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം പോയിട്ട് VN ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, VN ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോകണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ പോയിട്ട് നിങ്ങൾ VN എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ VN, ഓക്കെ, VN സെർച്ച് കൊടുത്താൽ ഇവിടെ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓൾറെഡി VN ആപ്പ് വരും. ഇതാണ് VN ആപ്പ്. ഓക്കെ, എവിടെ പോയി, VN എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഓൾറെഡി VN ആപ്പ് ഇവിടെ കിട്ടും. ഇതാണ് VN ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ VN ആപ്പ് ഞാൻ ഓൾറെഡി ഇത് ഓൾറെഡി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണ്ടേ, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കിട്ടും. ഓൾറെഡി ഓപ്പൺ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഓപ്പൺ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കാര്യങ്ങൾ, ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൽ പ്ലസ് ഐക്കൺ കാണുന്നില്ലേ, ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു കത്രികേൻ്റെ ചിഹ്നം കാണും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യുന്നത് ആ വീഡിയോ എടുക്കാം. ഷോർട്ട് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോൻ്റെ ഫീൽഡിൽ തന്നെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് യൂട്യൂബിൻ്റെ പൊസിഷനിൽ തന്നെ വരും. അതല്ല ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോൻ്റെ പൊസിഷനിൽ തന്നെ വരും. അപ്പോൾ അതുപോലെ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണിക്കുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പ്ലേ ചെയ്ത് നോക്കിയാൽ ഓൾറെഡി വീഡിയോ ഇങ്ങനെ പ്ലേ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സൗണ്ട് കുറച്ച് കുറക്കട്ടെ, സൗണ്ട് അതിൻ്റെ സൗണ്ട് ആകുമ്പോഴത്തേക്ക് ഡിസ്റ്റർബ് ആവും. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി വരുന്നുണ്ട്. അതിനെന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ഏത് പോർഷനാണ് ശരിയില്ലാത്തത് നോക്കാം. ഓക്കെ, ഏത് പോർഷനാണ് ശരിയില്ലാത്തത്. ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ചെറിയതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ച് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി നീണ്ടു വരും കേട്ടോ. ഇങ്ങനെ നീണ്ടു വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കാൻ പറ്റും. ടൈം ലൈൻ ചെറുതാക്കാനും വലുതാക്കാനും എല്ലാം പറ്റും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം ലൈൻ കുറച്ചും കൂടി വലുതായിട്ട് കിട്ടും. ഇതിൻ്റെ താഴത്ത് കാണിക്കുന്നുണ്ടാ, ഇവിടെ നിങ്ങൾക്ക് 0 മുതൽ 60 സെക്കൻഡ്, 32 സെക്കൻഡ്, 48 സെക്കൻഡ് ഇങ്ങനെ സെക്കൻഡ് കാണിക്കുന്നുണ്ടാവും. ഇതാണ് നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത്ത്. ഓക്കെ, എത്ര സെക്കൻഡ് എത്ര മിനിറ്റ് വേണം, 9 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ എത്ര വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും വാട്ടർമാർക്ക് വരത്തില്ല. വാട്ടർമാർക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി വാട്ടർമാർക്ക് വരും ഇതിൽ. അപ്പോൾ അത് വാട്ടർമാർക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ഇതിൽ തന്നെ കാണിച്ചു തരുന്നു. ഓക്കെ, വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ സിമ്പിൾ പരിപാടിയാണ്. ഈ ലാസ്റ്റിൽ ഒരു ബ്ലാക്ക് ആയിട്ട് ഒരു കളർ കാണിക്കും. ഓക്കെ, ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഒരു ബ്ലാക്ക് ആയിട്ട് ഒരു കുറച്ച് പോർഷൻ കാണിക്കും. ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർമാർക്ക് പോയി. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ആ വാട്ടർമാർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കണം. ഫസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ശരിയില്ല. അപ്പോൾ എനിക്കിപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഞാൻ ഡിലേ ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ആ കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ താഴത്ത് കത്രികേൻ്റെ ചിഹ്നം കാണുന്ന കത്രികേൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 പാർട്ടായി മാറി. അതിനുശേഷം ഇതിൽ നല്ല ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ പോയി അവിടെ. ഓക്കെ, ആ പോർഷൻ പോയി. അതിനുശേഷം ഞാൻ ഓൾറെഡി പ്ലേ ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് പ്ലേ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് എവിടെയാണോ എന്തെങ്കിലും ഒരു ആഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞു പോയ കാര്യത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിന്നറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്ക്രീൻഷോട്ട് കൊടുക്കണം. എനിക്ക് ഈ സ്ക്രീൻഷോട്ട് എവിടെ കൊടുക്കണമെന്ന് കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് എവിടെയാണോ ഞാൻ പറയുന്നുള്ളത് ആ വിന്നറെ സെലക്ട് ആയ കാര്യം കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്,
ഈ ടോപ്പിൽ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഫോട്ടോസ് ഒന്നും കാണിക്കും, സ്റ്റിക്കർ എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇമോജസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോസിൽ പോകണം. ഫോട്ടോസ് പോകുമ്പോൾ നമുക്കിവിടെ ഗാലറിയിലേക്ക് വരും. ഓക്കെ, ഗാലറിയിലേക്ക് വരുന്ന സമയത്ത് ആ വിന്നറെ ഫോട്ടോസ് ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട്, അത് തപ്പിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഫോട്ടോസിൽ പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഓക്കെ, വിന്നർ എവിടെയോ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ സംഭവമുണ്ട് കമ്പ്യൂട്ടറിലായിരിക്കുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്കിപ്പോൾ അതിന് പകരമായിട്ട് ഞാനൊരു ഫോട്ടോസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇടുന്നുണ്ട്. ഒരു ഫോട്ടോസ് ഇടുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോസ് ഇട്ടതിന് ശേഷം ഇവിടെയാണ് ആ ഫോട്ടോസ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ വെക്കാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം ഇത് മെല്ലെ ഇങ്ങനെ കുറച്ച് നീട്ടാം, വലുതാക്കണം, ചെറുതാക്കണം, എവിടെയാണ് വെക്കേണ്ട കറക്റ്റ് പോർഷൻ സെറ്റ് ചെയ്യാം. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാണ്ടെങ്കിൽ ഈ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ടൈം അത് വേണം എന്നുള്ള പോർഷൻ അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഫോട്ടോസ് ഇല്ല, ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ പറയുന്ന സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് ആ ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് വരും അവിടെ. ഓക്കെ, വന്നു. അപ്പോൾ ഈ വന്നതിന് ശേഷം എന്ത് ചെയ്യണ്ടേ, ഈ ഫോട്ടോസ് ഞങ്ങൾക്കൊരു എന്തെങ്കിലും കുറച്ച് എത്ര സമയം വേണമെന്ന് 10 സെക്കൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം 10 സെക്കൻഡല്ല കൂടുതൽ ടൈം വേണമെങ്കിൽ എന്നെ നീട്ടി വെച്ചാൽ മതി. ഓക്കെ, അതിനങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് പോർഷൻ എത്ര സമയം വേണമെന്ന് അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ഓഡിയോസ് ഉണ്ടല്ലോ, ഈ ഓഡിയോ നോക്കിയിട്ട് അതിന് കറക്റ്റായ പൊസിഷനിൽ വെക്കാം. അതിന് ശേഷം ഇപ്പോൾ അതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഉള്ളത്, അതിനെന്തെങ്കിലും ഫിൽട്രേഷൻ കൊടുക്കണോ, ഇപ്പോൾ എന്തെങ്കിലും തിരിയാനും അറിയാനും തിരിഞ്ഞിട്ടെല്ലാം വരണോ, ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു FX എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. FXൽ ക്ലിക്ക് ചെയ്യാം. FXൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതുപോലെ നമുക്ക് ആ ഫോട്ടോസിനെ തിരിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ, ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം ഏത് നമുക്ക് പൊസിഷന് ഏതാണ് വേണ്ടത്, കറക്റ്റായിട്ട് ഏതാണ് വേണ്ടതെന്ന്. ഓക്കെ, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം. ഓക്കെ, അത് ഫുള്ള് ബ്ലറാകുന്നുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നോന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അതങ്ങനെ തന്നെ ആവും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു FX വെറുതെ ഒരു FX കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിൽ കുറച്ച് ഈ കാര്യങ്ങൾ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കിരീടം പോലത്തെ ഒരു സാധനം കാണുന്നത് ചെയ്യരുത്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. അപ്പോൾ അതല്ലാതെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ ഓൾറെഡി ഇത് റേറ്റ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് കൊടുത്താൽ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഫോട്ടോസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഫോട്ടോസിലേക്ക് നമുക്ക് എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണം, സൗണ്ട് എഫക്ട്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ കാണുന്ന ഈ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഫക്ട്സ് എന്ന ഓപ്ഷൻ വരും. എഫക്ട്സ് എന്ന ഓപ്ഷൻ വന്നാൽ ഇവിടെ പല എഫക്ട്സും വരും. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്ത് എഫക്ട്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ എഫക്ട്സുകൾ കാണും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എഫക്ട്സ് ഏതെങ്കിലും ഒരു എഫക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു എഫക്ട്സ് ഇട്ട്. ഓക്കെ, എഫക്ട്സ് ഇട്ട് കറക്റ്റ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റാം, എവിടെയാണോ വരേണ്ടത് അവിടെ കറക്റ്റ് ഇമേജ് ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. പ്ലേ ചെയ്ത് നോക്കേണ്ടത് ആദ്യം ഇവിടെ പോകണം, ഇത് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് ആ ഇമേജ് വരുന്ന സമയത്ത് അവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, അതിന് ശേഷം നമുക്കിപ്പോൾ ഈ വീഡിയോസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സൂം ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൂം വയ്ക്കുക, സൂം ചെറുതാക്കുക, വലുതാക്കിയിട്ട് വെക്കുക, ഏതെങ്കിലും ഒരു പോർഷൻ ഇങ്ങനെ ചെറുതാക്കിയിട്ട് വെക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്കിപ്പോൾ ഒരു സൈഡ് മാത്രം നമുക്ക് ഈ ഫോട്ടോ വന്ന പാട് നമുക്ക് എന്ത് ചെയ്യണം, അത് ചെറുതാവണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യുക, നേരെ ഏത് പോർഷനാണ് വേണ്ടത് ആ സമയത്ത് അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഈ കത്രികൻ്റെ ചിഹ്നം ഉണ്ടല്ലോ അതിൽ സ്പ്ലിറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത് അറിയാത്തവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. പറഞ്ഞു കൊടുത്താലും അറിയാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്നത്. അറിയുന്നവരൊന്നും നോക്കണമെന്ന് അറിഞ്ഞിട്ടില്ല വീഡിയോ, അറിയുന്നവർ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ വന്ന് അതിന് സെക്കൻഡ് വീഡിയോ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് വീഡിയോ കുറച്ച് സൂം ആക്കണം. നമുക്ക് സെക്കൻഡ് വീഡിയോ കുറച്ച് സൂം ആക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ മെല്ലെ ടാപ്പ് ചെയ്തിട്ട് മെല്ലെ ഇത് സൂം ആക്കി വെക്കാം. സൂം ആക്കിയിട്ട് എവിടെയാണോ നമുക്ക് പോർഷൻ വേണ്ടത് അതുപോലെ കറക്റ്റ് സൂം ആക്കി വെക്കാം. അതിന് ശേഷം എന്ത് ചെയ്യാം, അതിന് ശേഷം ഇവിടെ അതേപോലെ രണ്ടാമത് തിരിച്ച് ടാപ്പ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടണിൽ അമർത്താം. പ്ലസ് ബട്ടണിൽ അമർത്തിയ ശേഷം നമുക്ക് ആ വീഡിയോ ഇപ്പോൾ ട്വിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഫക്ട്സ് ആണ് നമുക്ക് വേണ്ടത് ആ എഫക്ട്സും കിട്ടും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ഏത് എഫക്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള നിങ്ങൾ കുറേ കാണുന്നില്ല അങ്ങനെ ഇങ്ങനെയുള്ള ആയിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരു എഫക്ട്സ് കൊടുക്കാൻ പറ്റും. ബ്ലറർ എഫക്ട്സ് കൊടുക്കുക, ഇങ്ങനത്തെ എഫക്ട്സ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഏതെങ്കിലും എഫക്ട്സ് കൊടുക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇത് കൊടുത്തിട്ട് നമുക്ക് ഇത്ര പെട്ടെന്നായിരിക്കണം അത് സംഭവങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാനൊരു 4 സെക്കൻഡ് വെച്ച്. ഓക്കെ, 4 സെക്കൻഡ് അല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എഫക്ട്സ് എങ്ങനെ വരുന്നുണ്ടെന്ന്. എഫക്ട്സ് വന്നല്ലോ അവിടെ. അപ്പോൾ എഫക്ട്സ് വന്ന് അതിന് ശേഷം നെക്സ്റ്റ് വീഡിയോസ് ട്വിസ്റ്റായി. നെക്സ്റ്റ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ട് ട്വിസ്റ്റായി. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഇമേജ് നമുക്ക് എവിടെയാണോ വേണ്ടത് ഏതൊരു പ്രാവശ്യം ഇമേജ് ഇടണമെന്നുണ്ടെങ്കിൽ രണ്ടാമതിൽ ക്ലിക്ക് ചെയ്യുക, ഇമേജ് പോവുക, നമുക്ക് ഏത് ഇമേജാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഇമേജ് എടുക്കുക, അതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം, എവിടെയാണോ ഇടേണ്ടത് അവിടെ ഇടാം. ഓക്കെ, അത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇമേജ് ഇടുന്നില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത്. ഞാൻ ആ ഇമേജ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷനിൽ കൊടുക്കുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് വേറൊരുത്തിൽ എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഇത് കത്രികൻ്റെ കയ്യിൽ പോകാൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 ഭാഗമായി. 2 ഭാഗമായതിനു ശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും. നമുക്ക് വേറൊരു എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു എഫക്ട്സ് കൊടുക്കാം. ഓക്കെ, വേറൊരു എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു എഫക്ട്സ് കൊടുക്കാം. ഇവിടെ കുറേ എഫക്ട്സ് ഉണ്ട് കേട്ടോ. ഏത് എഫക്ട്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ഇതായിട്ട് വരുന്നത് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ അപ്ലൈ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലത്തെ എഫക്ട്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ കട്ടിങ് എവിടെയെല്ലാം കൊടുത്ത് അതേപോലത്തെ ടോട്ടലായിട്ട് ഒറ്റ എഫക്ട്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ മൊബൈലിൽ നോക്കുന്നതുകൊണ്ടാണ് താഴോട്ടേക്ക് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ പിന്നെ എൻ്റെ ഫേസ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി താഴോട്ടേക്ക് നോക്കിയിട്ട് പറഞ്ഞത്. ഞാൻ ക്യാമറക്ക് നോക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ മൊബൈലിൽ നോക്കിയിട്ട് ചെയ്യാമല്ലേ, അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ പിടിക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇവിടെ എഫക്ട്സ് മാത്രമല്ല, നിങ്ങൾക്ക് സൗണ്ട് അതെല്ലാം കൊടുത്ത് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു ഭാഷം വേണ്ട, നമുക്കിപ്പോൾ ഒരു പോർഷൻ നമ്മൾ ഇവിടെ എന്തോ തെറ്റിപ്പോയി. ഓക്കെ, തെറ്റിപ്പോയിന് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, നേരെ ആ തെറ്റിയ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ലൈൻ എടുക്കുക. അതിനുശേഷം കത്രിക ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏടെ പോർഷനാണോ തെറ്റിയത് അത്ര ഭാഗം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, അത്ര ഭാഗം മാത്രം എടുത്തിട്ട് രണ്ടാമത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ സെൻറ്ററുള്ള ഭാഗം നമുക്ക് വേണ്ടാത്ത ഭാഗം ഉണ്ടല്ലോ, ആ വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്യുക. കഴിഞ്ഞ പരിപാടി. അതിൽ ടാപ്പ് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷനിൽ കൊടുക്കുക. അത് ഓൾറെഡി ഡിലീറ്റായി പോയിക്കോളും. രണ്ടാമത് നമ്മൾ വരുന്നത് നമുക്ക് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് പോർഷൻ എവിടെയാണോ നമ്മൾ നെക്സ്റ്റ് പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ തെറ്റിയിട്ടില്ല, കറക്റ്റായിട്ട് അതിന് മാച്ചായിട്ട് വന്നിട്ടുണ്ട്. അഥവാ മാച്ചായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്യുക. കുറച്ചും കൂടി ഇങ്ങനെ പ്ലസ് ഇത് കഴിഞ്ഞാൽ കത്രികൻ്റെ ചിഹ്നം എടുക്കുക, അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതെന്ത് ചെയ്യാം, നമുക്ക് പോർഷൻ ഓൾറെഡി ജസ്റ്റ് പോർഷൻ മാത്രം ചേഞ്ച് ചെയ്യാം. ഞാൻ ഓൾറെഡി എന്ത് ചെയ്യൽ, ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ വീഡിയോ എടുക്കാറില്ല, ഞാൻ 3 ഭാഗമായിട്ടാണ് എടുക്കാറ്. രണ്ടും കൂടി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി എന്നൊരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടണിൽ അമർത്താം. പ്ലസ് ബട്ടണിൽ അമർത്തിട്ട് വീഡിയോയിലേക്ക് പോവുക, ഇവിടെ ആളെന്ന് കൊടുക്കുന്നതിന് ആളിൽ പോവുക, വീഡിയോയിലേക്ക് പോവുക, എവിടെ വേണമെങ്കിൽ വരാം. എന്നിട്ട് നമുക്ക് ഇപ്പം ആദ്യം ഇട്ട ഏത് വീഡിയോസ്, ഞാൻ ആദ്യം ഇട്ട 9.21 മിനിറ്റുള്ള വീഡിയോസാണ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇടേണ്ടത് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക, ജസ്റ്റ് ടാപ്പ് ചെയ്യുക, നേരെ അവിടെ വരാം. ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ അല്ല നമ്മൾ ഇപ്പോൾ ഉദ്ദേശിച്ച വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക,
ഈ വീഡിയോയിൽ ഡിലീറ്റ് ചെയ്യുക, രണ്ടാമത് പ്ലസ് ബട്ടണിൽ പോവുക, രണ്ടാമത് തിരിച്ച് അവിടെ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടണിൽ പോവുക, രണ്ടാമത് തിരിച്ച് ആ വീഡിയോ എടുക്കുക, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അത് 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിക്കോളും. അപ്പോൾ അതിന് വേറെന്ത് ചെയ്യാനുണ്ട്, ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ്, എന്നിട്ട് അവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നെങ്കിൽ വേറെ എന്തെങ്കിലും സ്പീഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് കൊടുക്കുക. അത് ഷോർട്ട് വീഡിയോ ഒക്കെ ആവശ്യം വരും. ഈ വീഡിയോക്ക് ഇത് ആവശ്യമില്ല കേട്ടോ. കാരണം എന്തുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഇങ്ങനത്തെ സ്ലോ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് കട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഷോർട്ട് വീഡിയോക്ക് മാത്രമേ നമുക്ക് സ്പീഡ് ഓപ്ഷൻ. ഞാൻ ഷോർട്ട് വീഡിയോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇതേ വീഡിയോയിൽ ലാസ്റ്റിൽ എൻഡിൽ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യണമെന്നുണ്ട്. ഈ വീഡിയോസ് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ പോർഷൻ വേണ്ടത് അതുപോലെ ഇവിടെ ക്രോപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇവിടെ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ക്രോപ്പിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഒരു ലോഗോ കാണും. 16:9 എന്ന് പറഞ്ഞിട്ട് കാണും. ഓക്കെ, 16:9 എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ലോങ് വീഡിയോൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ 16:9 ആയതുകൊണ്ട് അവിടെ കാണുന്നില്ല. ഇൻസ്റ്റാഗ്രാം വീഡിയോ ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ യൂട്യൂബിൻ്റെ ഷോർട്സിന് വേണ്ടത് ആണ് ടിക്ടോക്ക് എന്ന് പറയുന്നത് കാണുന്നില്ലേ, 9:16 ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, യൂട്യൂബിൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ട് ബാക്കി എഡിറ്റിങ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് വീഡിയോക്ക് അല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, യൂട്യൂബിൻ്റെ വീഡിയോക്ക് തന്നെ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ഫീൽഡിൽ പോയിട്ട് ഷോർട്ട് വീഡിയോ ആക്കുന്നത്. ഷോർട്ട് വീഡിയോ എങ്ങനെയാണോ നിങ്ങൾ വീഡിയോ എടുത്തത് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂട്യൂബിൽ ഇടണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഇവിടെ പോയിട്ട് ഓൾറെഡി ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വീഡിയോ റെഷ്യൂ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് സെറ്റ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഓഡിയോ റെക്കോർഡ്, ഇപ്പോൾ വോയിസ് റെക്കോർഡ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വോയിസ് റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യാൻ പറ്റും. മ്യൂസിക് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മൈ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ഓക്കെ, മൈ മ്യൂസിക്. ഈ മൈ മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫയലിലേക്കായിരിക്കും പോകുന്നത്, നിങ്ങളുടെ ഫയലിലേക്കായിരിക്കും പോകുന്നത്. ഫയലിൽ നിന്ന് നിങ്ങൾക്ക് മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇവിടെ കുറേ ഓൾറെഡി ഈ ആപ്പിന് കുറേ എഫക്ട്സുകൾ മ്യൂസിക്കുകൾ തരുന്നുണ്ട്. ഇതിൽ വേറെ മ്യൂസിക്കുകളൊന്നും എടുക്കരുത്, കോപ്പിറൈറ്റ് കിട്ടും. ഈ എഫക്ട്സുകൾ എടുക്കാറ് അത്രമാത്രം എടുത്താൽ മതി. വേറെ എന്താ വെച്ചാൽ വേറെ ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി കണ്ടാൽ മനസ്സിലാവും. ബ്ലറർ ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു പോർഷൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഓൾറെഡി ഇത് കട്ട് ചെയ്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്ത് അതിന് ശേഷം ഇവിടെ ഇതും കട്ട് ചെയ്ത്. ഓക്കെ, അതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഒരു പോർഷൻ മാത്രം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ BG എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. ഓക്കെ, കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് ഓൾറെഡി വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെയാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അത് ഈ ഓൾറെഡി നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, ഇതിൻ്റെ ടോപ്പിലേക്ക് വേറെ വീഡിയോ ഉണ്ടല്ലോ, വേറെ വീഡിയോ ഇടുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു വേറൊരു വീഡിയോ ഇടുന്നതെന്ന് വിചാരിച്ചോ, വേറൊരു വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോസ് ഫോട്ടോസ് എന്തെങ്കിലും ഇടുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്ത്. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണിക്കും. ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണിക്കും. ക്രോമാക്കി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു റൗണ്ടിലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ എവിടെയാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ഈ വേറെ ഇതായതുകൊണ്ട് ഗ്രീൻ സ്ക്രീൻ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആണ്, ഇവിടെ ഡൗൺ ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റിമൂവ് ആയി കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്രീൻ സ്ക്രീൻ ഉള്ളത് ഓൾറെഡി ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇത് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേറെ ഗ്രീൻ സ്ക്രീൻ ഉള്ളത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഗ്രീൻ സ്ക്രീനുള്ള കുറേ വീഡിയോസ് ഉണ്ട് എൻ്റെ അടുത്ത്.
ഓക്കെ, ഒരു വീഡിയോസ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈനെന്ത് ചെയ്യുക, ഈ വീഡിയോസ് എടുക്കത്തിന് ഈനെന്ത് ചെയ്യാണ്ടെങ്കിൽ ഈനെ ക്രോമാക്കി കൊടുത്തിട്ട് ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റും. ക്രോമാക്കി കൊടുത്തിട്ട് ഈ ഗ്രീൻ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിട്ട് പോയിക്കോളും. ഓക്കെ, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ആയി. ഇത് മാത്രം നമുക്ക് കിട്ടി. അപ്പോൾ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകത്തില്ല. നമ്മൾ ഗ്രീൻ സ്ക്രീൻ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഗ്രീൻ സ്ക്രീൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് കിട്ടുള്ളൂ. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനുശേഷം അത് നമുക്ക് വേണ്ട, അത് ഡിലീറ്റ് ചെയ്ത് ഞാൻ അതിനുശേഷം എഫക്ട്സ് കൊടുത്ത് ഇവിടെ ഈ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, ഈ വീഡിയോ ഒക്കെ നമുക്കൊരു ഫ്രെയിം കീ ഫ്രെയിം ആഡ് ചെയ്യുന്ന പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കീ ഫ്രെയിം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ വീഡിയോ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ എന്ത് ചെയ്യണം, ഈ പോർഷൻ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ വീഡിയോ ഇങ്ങനെ സൂമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കീ ഫ്രെയിമിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കറക്റ്റ് പോർഷനിൽ വെക്കുക. അതിനുശേഷം ഈ ഇവിടെ ടോപ്പിൽ കാണുന്നൊരു കീ ഫ്രെയിം എന്നൊരു ഓപ്ഷൻ കാണുന്നത് ഈ മഞ്ഞ കളറിൽ, അതിൽ ടാപ്പ് ചെയ്താൽ വരും കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വീഡിയോ എന്ത് ചെയ്യുക, നേരെ ഇവിടെ ലാസ്റ്റിൽ കൊണ്ടുവരാം. ഓക്കെ, ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സൂമാക്കി വെക്കാം. ഇങ്ങനെ സൂമാക്കി വെക്കാം. ഇവിടെ ഓൾറെഡി സൂമാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിന് ശേഷം രണ്ടാമത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ എങ്ങനെ വരുന്നതെന്ന് നോക്കിക്കോളൂ. കണ്ട വീഡിയോ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടോ? നമ്മളെങ്ങനെയാണോ കീ ഫ്രെയിം കൊടുത്തത് അതുപോലെ ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ, നമ്മൾ എവിടെയാണോ കീ ഫ്രെയിം പ്ലസ് കൊടുക്കുന്നത് മൈനസ് കൊടുക്കുന്നിടത്തേക്ക് ഓൾറെഡി അത് കീ ഫ്രെയിം വരും. ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതിലേക്ക് കൊടുത്തു നോക്കാം. ഇതിലെന്ത് ചെയ്യുക, ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം കീ ഫ്രെയിം പ്ലസ് കൊടുക്കുന്ന സമയത്ത് അവിടെ മൈനസ് ആയിട്ട് കാണിക്കും. അതിനുശേഷം കുറച്ച് ഇങ്ങോട്ടേക്ക് വരാം. ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് കുറച്ചും കൂടി ചെറുതാക്കുന്നു. ഓക്കെ, ഇങ്ങനെ ചെറുതാക്കി വെക്കുന്നുണ്ട് ഞാൻ. ചെറുതാക്കി വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ എങ്ങനെയാണോ ഞാൻ കീ ഫ്രെയിം കൊടുത്തത്. ഓക്കെ, ഇപ്പം എങ്ങനെയാണോ ആ വീഡിയോ വരുന്നത് നോക്കാം. ഇവിടെ സൂം ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ വീഡിയോ നോക്കാം എങ്ങനെ വരുന്നുണ്ടെന്ന്. ബാക്കോട്ട് പോകുന്നുണ്ടോ, ആ കീ ഫ്രെയിം നമ്മൾ എവിടെയാണോ കൊടുത്തത് അവിടെ ആകുമ്പോഴത്തേക്ക് ഇത് വീഡിയോ അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ആക്കാം, അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ആക്കാം, എങ്ങനെ വേണമെങ്കിൽ ആക്കട്ടെ. അതാണ് കീ ഫ്രെയിം എന്ന് പറയുന്നത്. അത് ഓൾറെഡി മനസ്സിലായല്ലോ. അതിന് ശേഷം അതെല്ലാം കൊടുത്ത് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ആ കീ ഫ്രെയിം ഞങ്ങൾക്ക് രണ്ടാമത് അവിടുന്ന് ആ വീഡിയോനെ രണ്ടാമത് തിരിച്ചിട്ട് പഴയ രീതിയിൽ തന്നെ ആക്കണം. അതിന് അവിടെ ഒരു പ്ലസ് ബട്ടൺ അമർത്തുക. അതിന് ശേഷം ഇപ്പുറത്തെ വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ആ കറക്റ്റ് ആ വീഡിയോ ആ പോർഷനിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ആ കീ ഫ്രെയിമിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ച് നമുക്ക് ആ വീഡിയോ അതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിന് ശേഷം എന്നെന്ത് ചെയ്യാനില്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചോ, അത് പറയാൻ മറന്നുപോയി. ഇപ്പോൾ ടെക്സ്റ്റ് എന്തെങ്കിലും കൊടുക്കണം, മലയാളത്തിൽ ടെക്സ്റ്റ് കൊടുക്കണം, ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് കൊടുക്കണം. അതിന് ശേഷം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ എന്തൊക്കെയോ വേർഡുകൾ കാണും കേട്ടോ. എന്താണോ കൊടുക്കേണ്ടത് അതുപോലെ. അപ്പോൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് ഇത് ചെയ്തിട്ടുണ്ട് വീഡിയോ ടൈപ്പിൽ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ വീഡിയോ എങ്ങനെ വരുന്നുണ്ടെന്ന് ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, ഞങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കുറച്ചും കൂടി ലെങ്ത്തിൽ വേണം, കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ആവാനുണ്ട്. അതിന് മെല്ലെ ക്ലിക്ക് ചെയ്യുക, കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ഇത് നീട്ടി വെക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നീട്ടി കിട്ടും കേട്ടോ. നമുക്ക് നീട്ടി കിട്ടിയല്ലോ. ഈ ഫിംഗർ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാനായിട്ട് ഇത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് പോർഷന് അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് വേണമെങ്കിൽ ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ആ പേര് വരിക.
അപ്പോൾ ഈ പേര് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പേര് നിങ്ങൾക്ക് മലയാളത്തിലാണ് കൊടുക്കേണ്ടത്. മലയാളത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ നേരെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ട്രാൻസ്ലേറ്ററിൽ പോകുന്നു. ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേർഡുകൾ സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് സബ്സ്ക്രൈബർ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബർ എന്ന് കൊടുത്ത് അതിനുശേഷം നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്ററിൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ മലയാളത്തിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓൾറെഡി അവിടെ വരുന്നുണ്ട്. അതിനുശേഷം അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ VN ആപ്പിൽ രണ്ടാമത് തിരിച്ച് ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ എവിടെയാണോ കൊടുത്ത ഈ ആഡ്സ് വരുന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യട്ടോ, അത് ഓൾറെഡി വന്നുകൊണ്ടുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഇവിടെ സബ്സ്ക്രൈബർ എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇത് കുറേ ലെങ്ത് ആയിട്ടുണ്ട്, അതിന് ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ ചെറുതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ വരുന്നുണ്ട് നോക്കാം നിങ്ങൾക്ക്. കണ്ട, കറക്റ്റായിട്ട് അവിടെ സബ്സ്ക്രൈബർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ചെയ്യുക, എഡിറ്റ് ചെയ്യണം, ഓൾറെഡി എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. കളർ ചെയ്യണമെങ്കിൽ കളർ ഏത് കളർ കൊടുക്കേണ്ടതെന്ന് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ആ കളർ കൊടുക്കുക, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആക്കാൻ പറ്റും. നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ആക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി എഫക്ട്സ് അവിടെ കൊടുത്തല്ലോ. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, ഓൾറെഡി ഞാൻ എന്ത് ചെയ്യുന്നത്, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നിങ്ങൾക്കൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ടെക്സ്റ്റിൽ പോവുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇവിടെ കുറേ ടാംപ്ലേറ്റ് വരും. നിങ്ങൾക്ക് ഏത് മോഡൽ ടാംപ്ലേറ്റ് വേണമെങ്കിലും ഓൾറെഡി ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് വരണ, അത് വരണ, ഇത് വരണ, അതിൻ്റെ അത് നേരെ ഡയറക്റ്റ് അതിലിട്ടിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ എന്താണോ കൊടുക്കാനുള്ള അത് കൊടുത്താൽ മതി. അല്ല മലയാളത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ട്രാൻസ്ലേറ്ററിൽ പോവുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് കറക്റ്റായിട്ട് അതേപോലെ എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വരുന്ന പോലെ ടൈപ്പ് ചെയ്തിട്ട് വരുത്തിക്കുക. ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് വരുന്ന മോഡലാണ് ഇതുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് കൂട്ടാം. ലെങ്ത്ത് കൂട്ടിയതിന് ശേഷം ഇവിടെ എങ്ങനെ വരുന്ന നോക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഇനി നമുക്ക് പൊസിഷൻ ചേഞ്ച് ആക്കാം. എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ ഇത് വീഡിയോ വേണമെങ്കിൽ പറ്റും കേട്ടോ. ഇവിടെ ഈ ഞാൻ പറഞ്ഞ നേരത്തെ കാര്യം പറഞ്ഞില്ലേ, അതിൽ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും, സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇടാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കറക്റ്റ് മാച്ച് ആക്കിയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ അതിന് എല്ലാം പറഞ്ഞു. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഒറ്റ സെക്കൻഡിൽ നമുക്ക് വേറൊരു ഇമേജ് ജസ്റ്റ് കാണിച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മളെ വോയിസും അവിടെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ജസ്റ്റ് കുറച്ച് സെക്കൻഡ് ഈ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വോയിസ് അവിടെ തന്നെ വേണം, നമുക്ക് ഈ സ്ക്രീനിൽ വേറെ ഇമേജ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഞാൻ ടിപ്സ് ചാനലായതുകൊണ്ട് ഇങ്ങനത്തെ ഗ്രോത്തിൻ്റെ അതിനെന്ത് ചെയ്യുന്നത്, ഞാൻ നേരെ ഇവിടെ ഇരുന്ന് ഈ ഫുള്ളാക്കി വെക്കാം. ഓക്കെ, ഫുള്ളാക്കി വെക്കുന്ന ആ കറക്റ്റ് ആ പോർഷനിൽ നിങ്ങൾ കുറേ ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ. കണ്ട അവിടെ അത് വന്നു, അപ്പോൾ തന്നെ പോയി. ഓക്കെ, നമുക്ക് എത്ര സെക്കൻഡാണോ അത് വരേണ്ടത് അത്ര സെക്കൻഡ് അവിടെ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്കത് വേറൊരു പാറ്റേണിനാണ് വരേണ്ടത്, എഫക്ട്സോട് കൂടിയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എഫക്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു എഫക്ട്സ് ആഡ് ചെയ്യാം. ഞാനൊരു എഫക്ട്സ് ആഡ് ചെയ്ത് ആ എഫക്ട്സ് ആഡ് ചെയ്തതിന് ശേഷം എങ്ങനെ വരുന്നുണ്ട് നോക്കാം. കണ്ട അവിടെ വേറൊരു എഫക്ട്സ് വന്ന് അപ്പം തന്നെ പോയി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. എന്തുണ്ടെങ്കിലും എങ്ങനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് 2-3 വർഷം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആക്കണമെന്ന് വിചാരിച്ചു നമ്മളെ വീഡിയോസിൻ്റെ ഇവിടെ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ ഏത് വേണമെങ്കിൽ കളറിൽ ചേഞ്ച് ആക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി കൂട്ടാൻ പറ്റും, കുറക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ചെയ്യരുത് കേട്ടോ. ഇതിനേക്കാളുള്ള ക്വാളിറ്റി നമ്മൾ ഓൾറെഡി ക്യാമറയിലുണ്ട്. ഇത് കളർ ചേഞ്ച് ചെയ്യാനുള്ള പല ഓപ്ഷനും ഓൾറെഡി ഇതിൽ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഓപ്ഷനൊന്നും കൊടുക്കുന്നില്ല, ഞാൻ നോർമലാക്കിയിട്ട് വെക്കുകയാണ്. ഓക്കെ,
നോർമൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തേൽ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഒറിജിനൽ നമ്മൾ എങ്ങനെയാണോ വീഡിയോ ഉള്ളത് അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അഥവാ ക്വാളിറ്റി അല്ല വേറെ ഏതെങ്കിലും ക്വാളിറ്റി ആണെങ്കിൽ ക്വാളിറ്റി സെലക്ട് ചെയ്താൽ മതി. വേറെ ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്, ഇതൊന്നും ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നില്ല. ഓൾറെഡി സൗണ്ട് ഇതിപ്പോൾ വോളിയം നിങ്ങൾക്ക് കുറവെന്ന് വിചാരിച്ചോ, നിങ്ങൾ വോളിയം ഓൾറെഡി വോയിസിൻ്റെ വോളിയം കുറവ് എന്നാൽ ഇവിടെ ഫുള്ള് കൂട്ടി വെക്കാം. ഓക്കെ, കൂട്ടിയതിന് ശേഷം പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വോളിയം കൂടിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് വോളിയം ഇപ്പോൾ വോയിസ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ വീഡിയോക്ക് വോയിസ് ഇല്ല, കുറവാണ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. പിന്നെ സൂം ഇൻ സൂം ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കുറച്ച് വീഡിയോ അങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ സൂം ആക്കാം. സൂം ഇൻ സൂം ഔട്ട് ഏത് ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ട് വേണോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വേണോ, പല കാര്യങ്ങളും ഇതിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. നോർമൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് ഓക്കെ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ നോർമൽ തന്നെ മതി. ഞാൻ ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എഡിറ്റിന് കുറേ സമയം വേസ്റ്റ് ആക്കില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം മെനക്കെടലില്ല. ഞാൻ വീഡിയോ ചെയ്യാൻ മാത്രമേ കുറച്ച് ടൈം വേസ്റ്റ് ആക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം എഡിറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു എഫക്ട്സ് കൊടുക്കണമെന്ന് വിചാരിച്ചു. എഫക്ട്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എഫക്ട്സ് കൊടുക്കുക. അതിനുശേഷം ഞാൻ വേറെ ഏതെങ്കിലും ഒരു എഫക്ട്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു എഫക്ട്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു എഫക്ട്സ് കൊടുക്കാം. ഇപ്പോൾ ഇത് വേറെ ഇടുന്നോ വന്നിട്ട് ഇങ്ങനെ വീഴുന്ന പോലത്തെ ഒരു എഫക്ട്സ് ആണ്, അത് വേണമെങ്കിൽ അത് കൊടുക്കാം. ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, വേറെ എഫക്ട്സ് കൊടുത്ത് അത് നിങ്ങൾക്ക് ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഓൾറെഡി ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത് ടാപ്പ് ചെയ്യുക, പ്ലസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടോപ്പിൽ കാണുന്ന ബട്ടൺ ഇല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സൈസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. വേറൊന്നും ഇവിടെ കൊടുക്കരുത്. എക്സ്പോർട്ട് ഓഡിയോ ഓൺലി എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ വീഡിയോ കാണത്തില്ല, വെറും ഓഡിയോ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഡയറക്റ്റ് ഇവിടെ എക്സ്പോർട്ട് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ വീഡിയോ എക്സ്പോർട്ട് ആയി കിട്ടും. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് എക്സ്പോർട്ട് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്യാൻസൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ വീഡിയോസ് ഷോർട്ട് വീഡിയോ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഇത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഷോർട്സ് ആണോ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആ ഷോർട്സ് എടുക്കാം. ഓക്കെ, ആ ഷോർട്സ് എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ പോയി. ക്രോപ്പ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ടിക്ടോക്ക് എന്ന ഇത് ഭാഗം സെലക്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ ഓൾറെഡി ഒറിജിനൽ വീഡിയോയും ടിക്ടോക്കും ഓൾറെഡി ഒരേപോലെ ഉണ്ട്. കാരണം എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുത്തനെ പിടിച്ചിട്ടെടുത്ത വീഡിയോസാണിത്. അങ്ങനെ എന്ത് ചെയ്ത് അത് ക്രോപ്പ് ചെയ്തെടുത്ത് ടിക്ടോക്ക് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറേ ക്യാമറ ഇങ്ങനെ തിരിച്ചു വെക്കുന്നത് ഇതെല്ലാം ചിലപ്പോൾ വീഡിയോയിൽ കാണും. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഞെക്കുന്നതെല്ലാം, അപ്പോൾ ആ പോർഷൻ മാത്രം കട്ട് ചെയ്യാം. ഓക്കെ, ആ പോർഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുത്തെന്ന് വിചാരിച്ചോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. ആ പോർഷൻ വേണ്ട, നമുക്ക് ആ പോർഷൻ വേണ്ടാതിരിക്കുമ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്യുക. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ വിന്നർ ഈ ചാനലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യണ്ടേ, അവിടെ നമുക്കൊരു ഇമേജ് ഇടാനുണ്ട്. അപ്പോൾ അതിന് ആ വിന്നറെ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ, ആ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് ഓൾറെഡി ഇടുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി അത് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഇടുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇതിട്ട് അതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അത് വന്നു. ഓക്കെ, അതിന് ശേഷം രണ്ടാമത് തിരിച്ചു പോയിട്ട് നമുക്കിപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്യാം. ഇതിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഈ പ്ലസ് ബട്ടണിൽ അമർത്താം. പ്ലസ് ബട്ടണിൽ അമർത്തിയിട്ട് നമുക്ക് ഒരു എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എഫക്ട്സ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു എഫക്ട്സ് കൊടുക്കാം. എഫക്ട്സ് കൊടുത്ത് അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് എഫക്ട്സ് കൊടുക്കാം. ഞാൻ എഫക്ട്സ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇതാക്കില്ല. ഞാൻ എഫക്ട്സ് ഒന്നും കൊടുത്തിട്ട് അങ്ങനെ വലിയ കുട്ടപ്പനൊന്നും ആക്കില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു എഫക്ട്സ് കൊടുത്ത് അതിന് ശേഷം ഇത് പോയി എവിടെയാണോ നമുക്ക് തെറ്റിയിട്ടുള്ളത് ആ തെറ്റിയ ഭാഗം മാത്രം എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിന് ശേഷം വേണ്ടാത്ത ഭാഗം എടുത്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് തിരിച്ചിട്ട് എവിടെ പോയാൽ ലാസ്റ്റ് ഭാഗം ചിലപ്പോൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഓൾറെഡി ഈ ബ്ലാക്ക് കളറിൽ വരുന്ന നമ്മളെ വാട്ടർ മാർക്ക് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോൻ്റെ കാര്യങ്ങൾ കാര്യമായി. അതിന് ശേഷം എന്തെങ്കിലും മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി മ്യൂസിക്കിൽ പോവുക, എഫക്ട്സിൽ കൊടുക്കാം. അതേപോലെ സെയിം എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ ഇത് എഡിറ്റ് ചെയ്താൽ മതി. ഇതിൽ പല ഓപ്ഷനുണ്ട്, പല എഡിറ്റിങ്ങും ഇതുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി എഫക്ട്സ് വേണം, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനും പറ്റും കേട്ടോ. ഇത് സ്പീഡ് കൺട്രോൾ ആക്കുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. ഇപ്പോൾ സ്ലോ മോഷൻ ആക്കണമെന്ന് വിചാരിച്ചോ,
സ്ലോ മോഷനിൽ ഓൾറെഡി നടന്നു വരുന്ന സ്ലോ മോഷനിലാണ് നല്ല അടിപൊളി ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ സ്ലോ മോഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നല്ലോ. ഈ സ്പീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നോർമൽ കാണിക്കും, പിന്നെ കുറച്ച് ഇങ്ങനെ ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഈ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ലോ മോഷനിലാക്കാം. ഇവിടെ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് വരും മുകളിൽ ടോപ്പിലിട്ടാ മൈനസ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് സ്ലോ മോഷനിലും ഞാൻ സ്പീഡ്, അത് നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. സ്പീഡ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പീഡ് കൂടിയിട്ട് സ്പീഡ് കുറച്ചിട്ടെല്ലാം നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഈ സ്പീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്പീഡ് ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഇതിൽ വരും, അല്ലാന്നുണ്ടെങ്കിൽ ടൈം ലൈൻ അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്പീഡ് കറക്റ്റ്. ഇപ്പോൾ സ്ലോ മോഷന് ഭയങ്കര സ്ലോ മോഷനിലാണ് പോകുന്നുള്ളത്, അല്ലെങ്കിൽ സ്പീഡൊന്ന് പോയിട്ട് സ്ലോ മോഷനിൽ അത് നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ തന്നെ ഓൾറെഡി മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി ഒറിജിനലായിട്ട് വരുന്നുള്ളത്. അതിനുശേഷം ഇത് കുറച്ച് സ്പീഡ് കൂട്ടാം, താഴോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ സ്ലോ ആവും, മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ സ്പീഡാവും. ഓക്കെ, ഇപ്പോൾ ഇത് പെട്ടെന്ന് സ്പീഡായിട്ട് സ്ലോ ആക്കുന്നത്. ഓക്കെ, അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇത് പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് സേവ് ആയി. അതിനുശേഷം ഇവിടെ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടായി. അതിനുശേഷം നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാതെ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിൽ കാണുന്ന ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് പ്ലേ ലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ തംബ്നെയിൽ ഇടുന്നതുണ്ട്, എങ്ങനെയാണോ ഹാഷ്ടാഗ് ഇടുന്നത് എല്ലാ വീഡിയോസും, ഹാഷ്ടാഗ് ഇടുന്ന വീഡിയോസ്, തംബ്നെയിൽ യൂട്യൂബ് പ്രൊഫഷണലിൽ ഇടുന്ന വീഡിയോസ്, പ്രൊഫഷണലായിട്ട് എങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നും എല്ലാ വീഡിയോസും ഓൾറെഡി ഇതിലുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ഫുള്ള് വീഡിയോസ് കാണാൻ പറ്റും.